വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്ത് പോലും അധികാരമില്ലാത്ത പാർട്ടിയായി CPM മാറുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചവർക്കെതിരെയുള്ള വ്യക്തമായ മറുപടി കൂടിയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ആദ്യ വോട്ടെണ്ണലിൽ തന്നെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം LDF-ന് കേരളത്തിൽ ഭരണം നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയിൽ ഒരിടത്ത് പോലും CPM-ന് ഭരണമില്ലാതെ തന്നെ പുറത്തേക്ക് കടക്കുന്നു എന്നത് ഇവിടെ തെളിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാകും ഇത്തരം ഒരു രീതിയിൽ, അതായത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. മാത്രമല്ല 1977 ശേഷം രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടാകാതിരിക്കുന്നതും ഇതാദ്യമായി തന്നെയാണ്. 34 വർഷത്തെ ഭരണത്തിന് ശേഷം 2011 ബംഗാളിൽ CPM അവിടെ പുറത്താക്കപ്പെട്ടിരുന്നു. 2018 ത്രിപുരയിലും അധികാരം നഷ്ടപ്പെടുകയും ഉണ്ടായി. ഇതോടുകൂടി തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ ഇപ്പോൾ കേരളത്തിലടക്കം ട്രെൻഡ് മാറി മറിയുന്നു എന്നതാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യം. ഭരണവിരുദ്ധ സമ്മർദ്ദങ്ങൾ, BJP-യുടെ ഒരു കടന്നുകയറ്റം, ജാതി സമുദായ സംഘടനകളിലേക്കുള്ള CPM-ന്റെ ഇടപെടൽ, വിഴിഞ്ഞം തുറമുഖം പോലുള്ള വലിയ സ്വകാര്യ മൂലധനങ്ങളുമായുള്ള പങ്കാളിത്തം, അതേപോലെ അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയവയായിരുന്നു CPM-ന് ഏറെക്കുറെ തന്നെ തിരിച്ചടിയായതായി തന്നെ നമുക്കിവിടെ വിലയിരുത്തപ്പെടാൻ സാധിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിലെ മാറ്റം വ്യക്തമായി തന്നെ അടിവരയിട്ടതാണ്. ബംഗാളിലെ പതനം 1977 മുതൽ 2011 വരെ ആയിരുന്നുവെങ്കിൽ പശ്ചിമ ബംഗാളിൽ ആധിപത്യം പുലർത്തിയിരുന്ന CPM ബംഗാളിൽ പോലും ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ മാറ്റങ്ങളുടെ ഒരു അലയടിക്കുന്നു എന്നത് തന്നെ എടുത്തു പറയേണ്ടതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിച്ചിട്ടും പാർട്ടിക്ക് 26 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 2011 മുതൽ ഇത് 40 സീറ്റിലായിരുന്നു. ത്രിപുരയിലേക്ക് വരുമ്പോൾ 2018 ത്രിപുരയിൽ CPM-നേറ്റ പരാജയം ഇടതുപക്ഷത്തിന്റെ തന്നെ 25 വർഷത്തെ ഭരണത്തിന് വിരാമമിടുന്നത് തന്നെയായിരുന്നു. അതേപോലെ തന്നെ സംസ്ഥാനത്ത് 2% താഴെ തന്നെ വോട്ട് വിഹിതം ഉണ്ടായിരുന്ന BJP അവിടെ തുടർന്നും അധികാരത്തിലേക്ക് എത്തുകയാണ്. ഇടതുമുന്നണി അവിടെ 46% വോട്ട് നേടിയിട്ട് പോലും തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. BJP ശക്തമായ ഇടതുപക്ഷ വിരുദ്ധ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ത്രിപുരയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി എന്ന വിലയിരുത്തലടക്കം പുറത്തു വരുന്നു. അതേപോലെ തന്നെ CPM-ന്റെ അഭിമാന കോട്ടകളാണ് എന്നറിയുന്ന കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പും പോലും വലിയ രീതിയിൽ ഒരു ക്ഷീണം നേരിട്ടിരിക്കുകയാണ്. ആര് കുത്തിയാലും ഇളകാത്ത ഉരുക്ക് കോട്ടകൾ പോലും ഇപ്പോൾ ഇളകുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല എന്ന് പുറമെ പറയുമ്പോഴും രണ്ടിടത്തും ഗതി എന്താവുമെന്ന കാര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. CPM ആകട്ടെ അവരുടെ ശക്തികളെല്ലാം തന്നെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തു വന്ന്, അതായത് മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ രണ്ടിടത്തും ഇവിടെ വലിയ രീതിയിൽ UDF സ്ഥാനാർത്ഥികളായി തന്നെ മത്സരിച്ചതും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ മുന്നണിയുടെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവർ കൂടിയാണ് ഇവർ എന്നതാണ് എടുത്ത് ശ്രദ്ധേയമായി മറ്റൊരു കാര്യമായി പറയേണ്ടത്. അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ 3ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി അവിടെ മുന്നിലായി തന്നെ എത്തുന്നു. അതുപോലെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകട്ടെ V കുഞ്ഞികൃഷ്ണനേക്കാൾ 5750 വോട്ടിനാണ് ഇവിടെ ലീഡ് നില നിർത്തുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ലീഡ് ഇടത് ക്യാമ്പിനെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമല്ല എന്നതാണ് മറ്റൊരു കാര്യം. വലിയ രീതിയിൽ, കാരണം ഇവര് പ്രതീക്ഷിച്ചതിലും അധികം വലിയ രീതിയിലുള്ള ഒരു പതനമാണ് ഇപ്പോൾ CPM-ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.